എൻ്റെ പേര് ഫാദർ പോൾ അമ്പൂക്കൻ. ഇരിങ്ങാലക്കുട രൂപതയിലെ കൊറ്റനല്ലൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ഇടവകയിലെ വികാരിച്ചനാണ്. ഈ ധ്യാനം നയിച്ച വൈദികരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അവരെ ഈ ഇടവകയിലെ എല്ലാ വീടുകളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും വീടിൻ്റെ സംരക്ഷണത്തിനായിട്ട് അവർ അവിടെ വിശുദ്ധജലം തെളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളെല്ലാവരെയും അവരും ഒരുക്കുകയായിരുന്നു. ഈ ധ്യാനത്തിൻ്റെ ഈ അവസാന വേളയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആനന്ദമാണ്, സംതൃപ്തിയാണ് ഉള്ളത്. ഇങ്ങനെ ഒരവസരം ലഭിച്ചതിന് ഈ ഇടവകയുടെ പേരിൽ, ഇവിടെ എല്ലാവരുടെയും പേരിൽ ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിനുവേണ്ടി ത്യാഗപൂർവം ബുദ്ധിമുട്ടിയ പോപ്പുലർ മിഷൻ ധ്യാനത്തിലെ എല്ലാ വൈദികരെയും ഗായക സംഘത്തെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വചനം കൃത്യമായിട്ട് പറയും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം ക്രമപ്പെടുത്തും. Where there is disorder, the Holy Spirit makes everything in order. കുടുംബത്തിൽ കഴിഞ്ഞ നാളുകളിൽ അതും ഇതും പറഞ്ഞും അതും ഇതും ചിന്തിച്ചും അതും ഇതും ചെയ്തു കൂട്ടിയും വഴക്കടിച്ചും ഒക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, ബന്ധുക്കളും സഹോദരങ്ങളും തമ്മിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ താളം തെറ്റിയെങ്കിൽ ഇതാ വചനം പറയുകയാണ്, ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക. ആ താളം വീണ്ടെടുക്കുന്ന വിശുദ്ധ നിമിഷമാണ് ആരാധന. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാം ക്രമപ്പെടുത്തും. 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാണ് പറയുക, എന്താണ് ഈ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നത്? അവിടുന്ന് ജീവശ്വാസമാണ്. ഒരു വ്യക്തിക്ക് ആത്മീയവും ഭൗതികവുമായ എല്ലാ മേഖലയിലും കരുത്ത് പകരുന്നവനാണ് പരിശുദ്ധാത്മാവ്, ശക്തി പകരുന്നവനാണ് പരിശുദ്ധാത്മാവ്, ജീവൻ പകരുന്നവനാണ് പരിശുദ്ധാത്മാവ്, തുടിപ്പേകുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പിതാവായ ദൈവം സൃഷ്ടിച്ച മണ്ണാങ്കട്ട, അതായത് രൂപപ്പെടുത്തിയത് പൂഴിയടയിൽ നിന്ന് എന്തുണ്ടാക്കി? മനുഷ്യരൂപം ഉണ്ടാക്കി. അത് മണ്ണാങ്കട്ടയാ, സ്റ്റാച്ചു ആണ്. പക്ഷെ ആ മണ്ണാങ്കട്ടയിലേക്ക് എന്ത് സംഭവിച്ചു? ജീവശ്വാസം ഇറങ്ങി വന്നപ്പോൾ, ദ ബ്രത്ത് ഓഫ് ഗോഡ്, ജീവശ്വാസം ഇറങ്ങി വന്നപ്പോൾ ആ മണ്ണാങ്കട്ട ചിരിക്കാൻ തുടങ്ങി, ആ മണ്ണാങ്കട്ട നടക്കാൻ തുടങ്ങി, ആ മണ്ണാങ്കട്ട തുടിക്കാൻ തുടങ്ങി, ആ മണ്ണാങ്കട്ട കേൾക്കാൻ തുടങ്ങി, ആ മണ്ണാങ്കട്ട പറയാൻ തുടങ്ങി. ആ മണ്ണാങ്കട്ട ഇതാ ഡൈനാമിക് ആവുകയാണ്, കർമ്മനിരതമാവുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇതാ ഡൈനാമിസം ഇല്ലാതെ, തുടിപ്പില്ലാതെ, ഒരു നിഷ്ക്രിയരായി, നിരാലംബരായി മന്ദീഭവിച്ചു പോയെങ്കിൽ, ഇതാ ഡിപ്രഷൻ, പിതാവ് പറഞ്ഞല്ലോ, നിരാശപ്പെട്ടെങ്കിൽ, ബന്ധനത്തിലായെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുതൽ നൽകി വീണ്ടും നമ്മുടെ ജീവിതത്തെ വൈബ്രൻ്റ് ആക്കുന്ന, ഡൈനാമിക് ആക്കുന്ന, ഇതാ നമ്മുടെ ജീവിതത്തെ ഉണർവുള്ളതാക്കുന്ന, ഉന്മേഷമുള്ളതാക്കുന്ന, കർമ്മനിരതമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ് ആര്? പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ആത്മാവിന് വേണ്ടി നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ ഇതാ വചനം പറയുകയാണ്, മരവിച്ചു പോയ ഹൃദയം, കല്ലുപോലെ ആയ ഹൃദയം. നമ്മൾ അറിയില്ലേ, ഒരു ഭാര്യ വന്നിട്ട് പറഞ്ഞ വാക്കാണ്, അതിയാൻ്റെ ഹൃദയം കല്ല് പോലെയാണെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ഹൃദയത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഇറ്റ് സ്നേഹമല്ല, ഇറ്റ് സ്നേഹമില്ല, കല്ല് പോലെയാണ്. അപ്പോൾ ഞാൻ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 24-ാമത്തെ വചനം എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനം വെച്ച് വായിച്ചാൽ ഭർത്താവിൻ്റെ ഹൃദയം എന്തായി മാറും? മാംസളമായ, സ്നേഹമുള്ള, കരുണയുള്ള, അലിവുള്ള,
പരിഗണനയുള്ള, ബലമതിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ഹൃദയമായി മാറും. ഇവളിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു, അച്ഛാ ഇവളുടെ നാവ് കഴുത്തിനു ചുറ്റുമാണ്, തെറിയേ പറയുള്ളൂ, അടിയേ തരുവുള്ളൂ എനിക്കിട്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ആ പുസ്തകത്തിൻ്റെ തന്നെ അധ്യായത്തിൽ തുടർന്ന് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാക്കും. ഇത് രണ്ടുപേര് വചനം വായിച്ച് ധ്യാനിച്ചു. ഇതാ ധ്യാനം കഴിഞ്ഞപ്പോൾ ദമ്പതികളുടെ അഭിഷേക പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞ വാക്ക് എന്നറിയാവോ? അരുളിക്കയിൽ നിന്ന് തീ ഇറങ്ങി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തീ ഇങ്ങനെ തുള്ളി വന്നു, ഞങ്ങളെ വലയം ചെയ്ത് നിന്നു, ഞങ്ങളുടെ ഹൃദയവും ശരീരവും എല്ലാം കത്തുന്ന പോലെ തോന്നി. അതിനുശേഷം അവർ പറയുക, എൻ്റെ ഹൃദയം, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ സാക്ഷ്യപ്പെടുത്തിയ വാക്കാണിത്, എൻ്റെ ഹൃദയം. അവൾ പറഞ്ഞതാണ്, ഭാര്യ പറഞ്ഞതാ, ഇതാ റോസപ്പൂവിൻ്റെ ഇതള് പോലെയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം. അത്ര സൗരഭ്യവും അത്ര ഇതളും അത്ര മൃദുലത്വം ഒക്കെയുള്ള നല്ല മനുഷ്യനായി മാറി. അപ്പോൾ അവൻ പറഞ്ഞതാണ്, എൻ്റെ ഭാര്യയുടെ നാവ് കുറുനാവായി പോയിന്ന്. എന്ന് വെച്ചാൽ എത്ര പ്രലോഭിപ്പിച്ചാലും പ്രേരിപ്പിച്ചാലും അവൾ നല്ല കാര്യങ്ങളെ പറയുള്ളൂ. കലം തേക്കുകയോ ഒരുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഹല്ലേലൂയ ഓശാന, ഹല്ലേലൂയ ഓശാന എന്ന് പറയുള്ളൂ, തെറി പറയില്ല, പാത്രം എടുത്ത് അടിക്കില്ല, ഒടക്കില്ല. അങ്ങനത്തെ ഒരു ഭാര്യയായിരുന്നു ഇത്. കണ്ടോ എങ്ങനെ സാധിക്കും? എങ്ങനെ ശിലാഹൃദയം മാറ്റാൻ പറ്റും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. എങ്ങനെ നല്ല ഭാര്യയായി നന്നായിട്ട് സംസാരിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. എങ്ങനെ അസ്ഥികൾ ബലം പ്രാപിക്കും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ. എങ്ങനെ രോഗങ്ങൾ മാറും? അതാണ് എസെക്കിയേൽ 37:1-10 പറയുന്ന വചനം. ഇതാ ആത്മാവ് പ്രാണൻ വന്ന് നിറഞ്ഞപ്പോൾ അവരുടെ അസ്ഥികൾ കൂടിച്ചേർന്നു. ഐക്യത്തിൻ്റെ, ബലപ്പെടുത്തലിൻ്റെ ആത്മാവ്, സൗഖ്യപ്പെടുത്തലിൻ്റെ ആത്മാവ്, ജീവൻ പകരുന്ന ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിന് വേണ്ടി ഈശോ പറഞ്ഞു, നിങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എസെക്കിയേൽ പ്രവാചനം കഴിഞ്ഞ് നമ്മൾ യോയേൽ പ്രവാചകന്റെ വചനത്തിലേക്ക് വരുമ്പോഴോ 2:28 ജീവിതത്തിൽ കൃത്യമായ ദിശാബോധം നൽകും, പുതിയ സ്വപ്നങ്ങൾ നൽകും, പുതിയ പ്രതീക്ഷ നൽകും, പുതിയ വഴികൾ കാണിച്ചു തരും. യുവതി യുവാക്കളെ, ഇതാ നിങ്ങളുടെ ജന്മത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിശാബോധം ഇല്ലാതാകുമ്പോഴാണ് നിങ്ങൾ മയക്കുമരുന്നിനും മദ്യത്തിനും വ്യഭിചാരത്തിനും അതുപോലുള്ള അകൃത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നെന്ന് ഓർക്കുക. ഇതാരാ നൽകുന്നത്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ യുവതിക്കും യുവാക്കൾക്കും ഓരോ വ്യക്തികൾക്കും എന്തുണ്ടായിരിക്കണം? ഇതാ ഒരു പുതിയ ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം, പുതിയ തീരുമാനമുണ്ടായിരിക്കണം, പുതിയ ചിന്തയുണ്ടായിരിക്കണം, പുതിയ പദ്ധതികൾ ഉണ്ടായിരിക്കണം, പുതിയ രീതിയിൽ ജീവിക്കണം. എനിക്ക് ജീവിക്കണം, എനിക്ക് വളരണം, എനിക്ക് മുന്നേറണം, എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും, എനിക്ക് വിജയിക്കാൻ പറ്റും. ഈ ബോധ്യങ്ങൾ നിങ്ങളിലേക്ക് നിറയണം. അത് നൽകുന്നത് സൗജന്യമായി പരിശുദ്ധാത്മാവാ. അതിനുവേണ്ടിയാണ് ഷിർലച്ചൻ പറഞ്ഞത്, ഏത് തീഷ്ണമായി ഈ കൃപയ്ക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അതിനുവേണ്ടിയാണ് പിതാവ് നമ്മെ ആശീർവദിച്ചത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവിടുത്തെ വരദാനങ്ങളാൽ അവിടുന്ന് നമ്മെ അലങ്കരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ആ ജലം എനിക്ക് തരിക. സമരിയാക്കാരി പറഞ്ഞതാ ആ വചനം ഒന്ന് പറഞ്ഞേ. എങ്കിൽ ആ ജലം എനിക്ക് തരിക. പറഞ്ഞേ, എങ്കിൽ കർത്താവേ അവിടുത്തെ വാഗ്ദാനമായ സഹായകനെ, പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, ആത്മാവിൻ ശക്തിയോടാരാധിക്കാം. ചേർന്ന് പാടി ഈശോയെ മാത്രം നോക്കണം.
ഈശോയിലേക്ക് മാത്രം, വേറെ ഇടത്തോട്ടും വലത്തോട്ടും ശ്രദ്ധ പോകരുത്. ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ കർത്താവ്, നമ്മെ കാത്തിരുന്ന ദൈവം, നമുക്ക് വേണ്ടി മനുഷ്യരൂപം ധരിച്ച ഈശോ, നമുക്ക് വേണ്ടി തിരുവോസ്തി രൂപത്തിലേക്ക് ചെറുതായി ഇറങ്ങി വന്ന കർത്താവ്. ആ കർത്താവിനെ ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ, തീഷ്ണതയോടെ ഗായക സംഘത്തോട് ചേർന്ന് പാടി സ്തുതിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, ഈശോയെ നോക്കിക്കൊണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. കർത്താവേ, പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഞങ്ങൾ നടന്നു നീങ്ങിയ വഴികളിലൂടെ ഇന്നു മുതല് നന്മ ചെയ്ത് മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ജീസസ് ലവ് യു, പ്രൈസ് യു, അഡോർ യു, അഡോർ യു, അഡോർ യു. യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇവരിൽ നിറയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ രണ്ടാമത്തെ അഭിഷേക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അഭിഷേക പ്രാർത്ഥനയുടെ പ്രത്യേകത പരിശുദ്ധാത്മാവ് കൊണ്ട് സ്ലീഹന്മാർ നമ്മൾ നിറഞ്ഞതുപോലെ നിറയുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. അതിശക്തമായ വിധത്തിൽ അത്യധികം ഭക്തിയോടെ, അത്യധികം വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിലും കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും. ചോദിക്കുന്നവർക്ക് എത്ര അധികമായി ഞാൻ പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യാശയോടെ നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ യാതന രൂപത്തിൽ പിടിച്ച് എല്ലാവരും ചേർന്ന് സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ, അഗ്നിനാളമാ നവ്യ ജീവന ഞങ്ങളിൽ വന്നു വാഴ. എല്ലാവരും ചേർന്ന് ദൈവരൂപി സ്നേഹജ്വാലയാ സ്വർഗത്തിൽ നിന്നും നീ വരൂ. ഹൃദയം കർത്താവിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച്, ഓ കർത്താവേ, യേശുവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. വാഗ്ദാനം ചെയ്ത സഹായനെ അയക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയട്ടെ. കർത്താവ് ഈശോയേ, രക്ഷകൻ ഈശോയേ, നാഥൻ ഈശോയേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയട്ടെ. അമ്മയിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയട്ടെ. പിതാക്കന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ശിരസിൽ വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ വീണ്ടും ഞങ്ങളിലേക്ക് ഇപ്പോൾ സമർത്ഥമായി വർഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച മാമോദീസായുടെ ആദ്യ കുമ്പസാരത്തിന്റെ, കുർബാന സ്വീകരണത്തിന്റെ, സ്ഥൈര്യലേപനത്തിന്റെ, മറ്റു കൂദാശകളുടെ അഭിഷേകം, അനുഗ്രഹം, കൃപാവരം, പ്രസാദവരം, ഓ യേശുവേ, ഞങ്ങളിൽ ഇപ്പോൾ ഉജ്ജ്വലിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ സ്വീകരിച്ച, ശ്രവിച്ച വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ഉജ്ജ്വലിപ്പിക്കണമേ. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. നടപടി
10:44 ഞങ്ങളിലും സംഭവിക്കട്ടെ. ഈശോയെ കർത്താവേ, ആത്മാവ് തീയായി, തീനാവായി, തീജ്വാലയായി, തേജസ്സായി, പ്രകാശമായി, ജീവശ്വാസമായി, അഭിഷേക തൈലമായി, ജീവജലമായി, മാടപ്രാവായി, യോർദാനിൽ എന്നതുപോലെ, താബോറിൽ എന്നതുപോലെ ഞങ്ങളിൽ എല്ലാവരിലും വന്നു നിറയട്ടെ. കർത്താവേ, യേശു നാമത്തിൽ പിതാവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിൽ ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ഭാഷാവരം, ദൈവഭക്തി, ദൈവഭയം, ജ്ഞാനം, അറിവ്, വിവേകം, ഉപദേശം, വ്യാഖ്യാനവരം, വിവേചനവരം, പ്രാർത്ഥനാവരം, വിശ്വാസത്തിന്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പ്രവചന വരം, ശക്തിയുടെ ധൈര്യത്തിന്റെ വരങ്ങള്, ശുശ്രൂഷ വരം, സ്നേഹത്തിന്റെ വരം, അധ്യാപന വരം, ദാനവരം, കാരുണ്യത്തിന്റെ വരങ്ങള് ഇപ്പോൾ ഞങ്ങളിൽ ഉജ്ജ്വലിക്കട്ടെ. കർത്താവേ കനിയണമേ, യേശുവേ കനിയണമേ. കർത്താവ് ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം കർത്താവേ ഞങ്ങളിൽ നിറയട്ടെ, നിറഞ്ഞു തുളുമ്പട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തിരുവചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ ജ്വലിക്കട്ടെ. തിരുവചനം വീണ്ടും വീണ്ടും വായിക്കുവാനും ധ്യാനിക്കുവാനും പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും പുതിയൊരു അഭിഷേകം കർത്താവേ ഞങ്ങളിൽ സമർത്ഥമായി ചൊരിയണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കൂദാശകളുടെ സ്നേഹം ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇരു കരങ്ങൾ നിങ്ങളുടെ എടുത്തും വലത്തും നിൽക്കുന്ന ആളുടെ ശിരസിലേക്ക് വെച്ച് ഇങ്ങനെ കൈ നീട്ടി അവരുടെ തലയിൽ കൊള്ളും. ഇപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാവർക്കും നിങ്ങൾ നിശബ്ദതയിലൊരു നിമിഷം പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ആരുടെ ശിരസിൽ കൈവച്ചിരിക്കുന്നുവോ അവരിലെല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരൻ്റെ പൂർണ്ണതയിൽ നിറയട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലെ കൃപകൾ ഉജ്ജ്വലിക്കും. ആ വലിയ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, രക്ഷകനായ ദൈവമേ, ഞാൻ ആരുടെ ശിരസിൽ ഇപ്പോൾ അവിടുത്തെ നാമത്തിൽ കൈകൾ വെച്ചിരിക്കുന്നുവോ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ജീവജലം ഇവരിൽ ഒഴുകിയിറങ്ങട്ടെ. മാടപ്രാവായി ആത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ ഇവരെല്ലാവരും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഒന്ന് വിടർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ഈശോയെ, ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും സന്യസ്തരെയും ദമ്പതികളെയും യുവതിവാക്കളെയും കുഞ്ഞുങ്ങളെയും ഗർഭസ്ഥ ശിശുക്കളെയും രോഗികളെയും എല്ലാ ജാതി മനുഷ്യരെയും കൃപയ്ക്കുമേൽ കൃപ കൊണ്ട് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ കൂപ്പി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കരങ്ങളടിച്ചു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ എല്ലാവരും ചേർന്ന് പാടുന്നു. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എഴുന്നള്ളും നീ രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ
സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ എല്ലാവരും ചേർന്ന് പാടുന്നു. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഞങ്ങൾ ഉയർത്തിയടിക്കാം. ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഞങ്ങൾ ഉയർത്തിയടിക്കാം. ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. എല്ലാവരും സ്വരം വരുത്തി യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും യേശുവേ. എല്ലാവരും സ്വരം വരുത്തി യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് സിബി ഡിക്സൺ. ഞാൻ കൊറ്റനല്ലൂർ ഇടവകാംഗമാണ്. ഇവിടുത്തെ യുവജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ച് 5 ദിവസവും അവർക്ക് പരിപൂർണമായി പങ്കെടുക്കാൻ സാധിച്ച നല്ലൊരു പോപ്പുലർ മിഷൻ ധ്യാനമായിരുന്നു. യുവജനങ്ങളെ സംബന്ധിച്ച് ഈ ധ്യാനത്തിലൂടെ അവർക്ക് നന്നായി പ്രാർത്ഥിക്കുവാനും പിന്നെ ആക്ഷൻ സോങ്ങിലൂടെ അവർക്ക് ബോറടിക്കാതെ ആക്റ്റീവായിട്ട് ഈ 5 ദിവസവും ധ്യാനത്തിൻ്റെ വിശുദ്ധിയിൽ ഉൾക്കൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഇടവകയിലെ വികാരിയച്ഛനായ ഫാദർ പോൾ അമ്പൂക്കൻ അച്ഛന് ഈ ഇടവകയുടെ പേരിലും ഞങ്ങൾ യുവജനങ്ങളുടെ പേരിലും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ധ്യാനം നല്ല രീതിയിൽ ഒരുക്കി തരുവാനും എല്ലാ സൗകര്യങ്ങളോട് കൂടി ഒരുക്കി തരാനും സാധിച്ചു ഫാദർ പോൾ അമ്പുക്കനച്ഛന് ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഈ ധ്യാനത്തിനായിട്ട് ഇവിടേക്ക് കടന്നു വന്ന വൈദികരെയും വൈദികരുടെ കൂടെ അവരുടെ സേവനത്തിനായി അവരെ സഹായിക്കുവാൻ വന്ന എല്ലാവരെയും ഈ നിമിഷം ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് മാക്സൻ. ഞാൻ കൊറ്റനല്ലൂർ ഫാത്തിമ ദേവാലയം ഇടവാംഗമാണ്. ഞാൻ ഇവിടുത്തെ ഒരു കരിസം അധ്യാപകനാണ്. പിന്നെ ഇവിടുത്തെ CLCയുടെ യൂത്ത് വിംഗ് പ്രസിഡൻ്റാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായൊരു ധ്യാനമായിരുന്നു. ആക്ഷൻ സോങ്ങുകളും ക്ലാസ്സുകളും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തിരിയധികം സന്തോഷിച്ച് കാത്തിരുന്നൊരു ദിവസങ്ങളിലായിരുന്നു ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. വളരെ ഊർജ്ജസ്വലമായ ഒരു ധ്യാനമായിരുന്നു. എല്ലാ അച്ഛന്മാരും നല്ല ഉന്മേഷത്തോടും എല്ലാ അതോടും കൂടിയായിരുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും കുമ്പസാരത്തിൻ്റെ പ്രാധാന്യവും ജീവിതത്തിൽ എങ്ങനെ വളരുന്നുള്ള നല്ല രീതിയിൽ എങ്ങനെ വളരാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ ധ്യാനം നടത്തിയ എല്ലാ വൈദികർക്കും ഞങ്ങളെല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.